എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ സിനിമകൾ വളരെ ഇഷ്ടമാണ്. കാരണം ഇങ്ങനത്തെ ഞാൻ കുറച്ച് ഇതിന്റെ ഒരു പ്ലോട്ടിനോട് സിമിലാരിറ്റി ഉള്ള ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ ഉള്ള ചില ഇംഗ്ലീഷ് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവണമെന്നില്ല. കാരണം അത് അത്രയും പോപ്പുലർ സിനിമകളല്ല. പക്ഷെ ചില സീരീസുകൾ ചില അങ്ങനത്തെ ഇതിനോട് കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. ഇതിന്റെ ഒരു മേക്കിങ്ങിനും ഇതിന്റെ ഒരു വേ ഓഫ് സ്റ്റോറി ടെല്ലിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ക്രിപ്റ്റ് പോണ രീതിക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ നായകൻ എങ്ങനെ ഇത് ഫിഗർ ഔട്ട് ചെയ്യുന്നു. നായകൻ എന്ന് പറയുന്നത് അസ്കർ അലിയാണ്. അസ്കർ അലി ആസിഫ് അലിയുടെ അനിയൻ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വിനീത് കുമാർ, സിദ്ധാർത്ഥ ഭരതൻ ചെറിയ റോളാണ്. പിന്നെ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ റോളിൽ പിന്നെ കുറച്ച് പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇവർക്കൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് ചെയ്യാനുള്ള റോളുകളുണ്ട്. അസ്കർ അലിയാണ് മെയിൻ. അസ്കർ അലിയുടെ കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ മൊത്തം പോണത്. അപ്പോൾ അസ്കർ അലിക്ക് ഇതിൽ കുറച്ചുകൂടി ഉണ്ട്, അത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ കഥാപാത്രമാണ് ഇത് ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കണത്. കുറേയൊക്കെ ഫിഗർ ഔട്ട് ചെയ്യും. പിന്നെ ഈ പടത്തിന്റെ പേര് പറയണത് പോലെ തന്നെ അധ്യായം 1 ആയിട്ടുള്ളൂ. ഇവര് ഇമീഡിയറ്റ്ലി സെക്കൻഡ് പാർട്ടൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന്റെ ഒരു കഥ ഇനിയും ഉണ്ട്, ഇനിയും കുറെ പറയാനുണ്ട്. കാരണം